മലപ്പുറം അരീക്കോട് സായുധ ക്യാമ്പിലെ ആത്മഹത്യയിൽ കമാൻഡോ വിനീതിന്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായിരിക്കുകയാണ്. പി.വി. അൻവർ എം.എൽ.എ നമുക്കൊപ്പം ചേരുന്നു. പി.വി. അൻവർ, വിനീതിന്റെ മരണം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ, ഇത് വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ്? തീർച്ചയായിട്ടും സുജയ, ഈ പറയുന്ന പോലീസ് ക്യാമ്പ്, പ്രത്യേകിച്ച് SOG ക്യാമ്പ് അരീക്കോടത്ത്, അവിടെ ഏറ്റവും വലിയ പീഡനങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇപ്പൊ ഈ വിനീതിന്റെ മരണം മാത്രമല്ല, ഇതിന് മുമ്പ് 2 വർഷം മുമ്പ് ഇതേപോലെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പോലീസുകാരൻ, അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്ന, ചെറിയ കാർഡിയാക് പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ ഈ പറയുന്ന അജിത്ത്, അസിസ്റ്റന്റ് കമാൻഡ്, അദ്ദേഹത്തിന്റെ നിർബന്ധം പൂർവ്വം അദ്ദേഹത്തിന് ഇതേ രംഗത്ത് ഇതേപോലെ ഡ്രില്ലിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് കഴിയാത്ത ദൂരം, കഴിയില്ല എന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തെ നിർബന്ധിച്ച് ഓടിപ്പിച്ച് കുഴഞ്ഞു വീണ് മരിച്ച സംഭവം 2 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ വയനാട്ടിലെ ഒരു ST വിഭാഗത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അന്ന് ആ സമയത്ത് അത് തേച്ചു മാറ്റി കളഞ്ഞതാണ്. ഇപ്പൊ പോലീസില് ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതും ഈ SOG ക്യാമ്പിലാണ്. ഞാൻ കൊടുത്ത പരാതിയിലെ മുഖ്യപ്രതി ഈ പറയുന്ന അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത് കുമാറാണ്. അവിടെ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട്. സുജയ, നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, ഈ SOGയിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അവരുടെ ജീവിത പ്രശ്നം കൊണ്ടാണ് SOGയിൽ ജോയിൻ ചെയ്യുന്നത്. കാരണം അവർക്ക് കുറച്ച് കൂടുതൽ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ട്. സാമ്പത്തികമായി പ്രതിസന്ധിയിലായവർ, കടക്കണിയിലായവർ, ഈ തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ SOGയിൽ പ്രവർത്തിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും. കാരണം ആ കടുത്ത പീഡനവും സഹിച്ചിട്ട് ആ ചെറിയ സാമ്പത്തിക ബെനിഫിറ്റ്, ജീവിതത്തിന്റെ പ്രയാസം കൊണ്ട് മാത്രം നിൽക്കുന്നവരാണ് പലരും എന്ന് വ്യക്തിപരമായിട്ട് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. കൊടിയ പീഡനം എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പീഡനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പലരും അവിടുന്ന് ജോലി ഒഴിവാക്കി പോയിട്ടുണ്ട്. വനിതാ ഉദ്യോഗസ്ഥർക്കെതിരെ വളരെ മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ അവിടെ 12 മണിക്കൂറോളം പാറാവിന് നിർത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കൊടിയ പീഡനങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്ക് ആർക്കും ഒരു ആക്സസ് ഇല്ല, ഇവർക്ക് ആർക്കും ഒരു പരാതി പറയാൻ സാധിക്കില്ല. ഈ പറയുന്ന അസിസ്റ്റന്റ് കമാൻഡന്റ്, ഞാൻ പോലീസ് അസിസ്റ്റന്റ്, ഈ കമാൻഡന്റ് തന്നെയാണ് നമ്മുടെ അജിത് കുമാറിന്റെ സ്വന്തം കക്ഷിയാണ്. അജിത് കുമാറിന്റെ തണലിലാണ് ഇവിടെ നടക്കുന്ന എല്ലാ അക്രമങ്ങളും ഒരു അന്വേഷണവും ഇല്ലാതെ, ഒരു നടപടിയില്ലാതെ മുന്നോട്ട് പോയിട്ടുള്ളത്. ADGP അജിത് കുമാറാണ് ഇപ്പോഴും പറയുന്ന അസിസ്റ്റന്റ് കമാൻഡന്റിന് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് ഇത് അന്വേഷിച്ചാൽ ഇതെവിടെയും എത്തില്ല. ഇപ്പോ നവീൻ ബാബുവിന്റെ കേസ് എങ്ങനെയാണോ പോകുന്നത്, അതിന്റെ മറ്റൊരു ഭാവമായിട്ട് ഇത് മാറും. ഒരു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് മാത്രമേ ഈ പീഡനങ്ങൾ, ഇത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിരന്തരമായിട്ട് ഈ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാരും വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 3 വർഷക്കാലത്തെ അവിടെ നടന്നിട്ടുള്ള പീഡനങ്ങൾ, ഞാൻ ഈ പറയുന്ന ഡ്രില്ലിൽ ഓടി കുഴഞ്ഞു വീണ് മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ, ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഒരു പരാതി പോലും ഒരാളോട് പറയാനോ മേലുദ്യോഗസ്ഥനോട് സൂചിപ്പിക്കാനോ അവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും സ്വാഭാവികമായിട്ടും ധൈര്യമില്ല. കാരണം ഇത് ചോദ്യം ചെയ്താൽ, ഈ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടി കർശന നടപടി അവർക്കെതിരേക്കുന്ന നിലപാടാണ്. 2 വർഷം മുമ്പ് ഈ കുഴഞ്ഞു വീണ വ്യക്തി എന്ന് പറയുന്നത്, കുഴഞ്ഞു വീണിട്ട് അവനവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു ഈ പറയുന്ന അസിസ്റ്റന്റ് കമാൻഡന്റ്. വെള്ളം പോലും കൊടുക്കാൻ സമ്മതിച്ചില്ല. അവൻ കുറച്ചു കഴിഞ്ഞാൽ എണീറ്റ് വരുമെന്ന് പറഞ്ഞു. ഇതൊക്കെ വസ്തുതയാണ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസുകാര് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പൊ വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം, ഒരു ജുഡീഷ്യൽ അന്വേഷണം അവിടെ നടന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. അതിനുള്ള നിലപാടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് സമാനമായി ഇപ്പോഴും ഈ ആത്മഹത്യ ചെയ്ത വിനീതിനൊപ്പം തന്നെ ഉണ്ടായിരുന്ന ആളുകൾ, അവരിൽ പലരും ഈ സമ്മർദ്ദം നേരിടുന്നുണ്ടെങ്കിൽ അവരത് തുറന്നു പറയാൻ കൂടി തയ്യാറാകേണ്ടേ? അന്വേഷണം നടക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? പറയേണ്ട ആളുകൾ പറയില്ല, അവർ മൗനം പാലിക്കും. വീണ്ടും ഒരു മരണമോ അല്ലെങ്കിൽ ഒരാളുടെ രാജിയോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മളത് വീണ്ടും ചർച്ച ചെയ്യും. സേനയ്ക്കുള്ളിൽ തന്നെ ഒരു നവീകരണം ഉണ്ടാകണമെങ്കിൽ അവിടെയുള്ള ഈ പീഡനം അനുഭവിക്കുന്ന ആളുകൾ അത് തുറന്നു പറയാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരണ്ടേ? സുജയ, അങ്ങനെ ഒരു സംഭവം ഈ 2 വർഷം മുമ്പ് അവരുടെ കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തകൻ
ഇവരുടെ ക്രൂരതയ്ക്ക് വിധേയമായി അവിടെ പിടഞ്ഞു വീണ് മരിച്ചപ്പോ അതിലൊരു പരാതി കൊടുക്കാൻ ഇവരാരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ഈ വിനീതിന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. അതിൽ അവരെ കുറ്റം പറയാൻ വയ്യ. അവർ പറയുന്നത് നമ്മൾ പരാതി കൊടുത്താൽ, സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ നമ്മൾക്കെതിരെ നടപടി വരും, നമുക്കൊരു സംരക്ഷണമില്ല, നമുക്കൊരു നീതിയും കിട്ടില്ല. അതുകൊണ്ട് ഗതികേട് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന SOGയിലേക്ക് ഒരാളും കടന്നു വരാൻ തയ്യാറാവില്ല. അതാണ് അത് യഥാർത്ഥ സ്ഥിതി. ഓക്കെ, വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ PV അൻവർ MLA. താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവച്ചതിന്. SOG ക്യാമ്പിലെ സമ്മർദ്ദം അത് ജീവനെടുക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിയുമ്പോൾ കൃത്യമായ ഒരു അന്വേഷണം, അതിലൊരു ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത് എന്നതാണ് MLA പ്രതികരിച്ചത്.